മുത്തൊള്ളി മുഹമ്മദന്റെ മുമ്പിരുന്ന ഉണ്ടായിരുന്ന സിറ് രഹസ്യം അതിന്റെ മുമ്പ് 10 ഉണ്ട്. അതെടുത്ത് മുത്തി മുത്ത് പറഞ്ഞാൽ അതിനങ്ങോട്ട് മുത്ത് തന്നെ മുത്തി കൊള്ളടോ. ആ മുത്തി എടുത്തിട്ടാണ് എന്ത് ചെയ്യാ പുത്തിമാൻകളൊക്കെയും. ആരാ പുത്തിമാൻ? ഹാരിസെ, പുത്തിമാൻ എന്ന് പറഞ്ഞ ബുദ്ധിമാൻ. വെറും ബുദ്ധിയല്ല, സാധാരണ ബുദ്ധിയല്ല. ബുദ്ധിമാന്മാര് അവരെന്താ ചെയ്യാന്നറിയോ? ആ കള്ളെടുത്ത് സ്ഫുടമായിട്ടാണ് കുടിക്കും. എന്താ സ്ഫുടമാക്കി കുടിക്കാറുണ്ട്? അതിന്റെ തെളി മാത്രം എടുത്ത് കുടിക്കും, സ്ഫുടമാക്കുക. ബുദ്ധിയുള്ള ആൾക്കാര് ആ കള്ളിന്റെ മട്ടും പതൊക്കെ കളഞ്ഞിട്ടാ കുടിക്കുക. കള്ളുടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലേ അത് അറിയുള്ളൂ. നമ്മളെ മാതിരത്തെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾക്ക് എന്ത് കള്ള്. പക്ഷെ ഈ കള്ള് കുടിക്കാനുള്ള കള്ള. ഈ കള്ള് കിട്ടണം എന്ന് ആഗ്രഹിച്ച് കുറെ ആളുകൾ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും അത് കിട്ടിയിട്ടില്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കൈകളൊക്കെ പിടിക്കണം, മുത്തി കൊള്ളണം. എന്താ മുത്തിലുള്ള 10 എടുത്ത് മുത്തി കൊള്ളണം. അങ്ങനെയാണ് ബുദ്ധിമാന്മാരൊക്കെ കുടിക്കാറുള്ളത്. ആ പുള്ള്, അത് കുടിക്കുന്ന പുള്ള് എന്ന് തർക്കിച്ചു. അപ്പൊ ഇവിടെ പറയുന്നു വത്തീൻ, അത്തിയാണേ സത്യം. സത്യം പറഞ്ഞു, ഖസം, വാവുൽ ഖസം. പിന്നെ വസ്സൈത്തൂൻ, ഒലിവാണേ സത്യം. ഒലിവാണേ സത്യം എന്നല്ല, അത്തിയാകുന്ന ഒലിവാണേ സത്യം. മനസ്സിലായോ ഹരിസ? മനസ്സിലായോ? അത്തിയാണേ സത്യം. വത്തീൻ, അത്തിയാണേ സത്യം. വസ്സൈത്തൂൻ, ഒലിവും ആണേ സത്യം എന്നല്ല. അതിന്റെ അർത്ഥം എന്താണ്? അത്തിയാകുന്ന ഒലിവാണേ സത്യം. കുറച്ച് ഭാഷാപരമായ കെട്ടുണ്ട് അതിന്റെ ഉള്ളില്. മനസ്സിലായില്ല? പറയില്ലേ? ആയിക്കോട്ടെ, നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്തായിരുന്നാലും അത്തിയാകുന്ന ഒലിവാണേ സത്യം എന്നുള്ളതിന്റെ അർത്ഥം എന്താ അറിയോ? എന്റെ വാപ്പയായിട്ടുള്ള മുഹമ്മദ് നബിയാണേ ഉമ്മ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായില്ലേ? അതന്നെ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അത്തിയായിട്ടുള്ള മാമരം, അത്തിയായിട്ടുള്ള മാവ് മരം. ഇനി മാവ് മരം എന്താണെന്ന് മുസ്താഖ വേറെ പാട്ടിൽ പാടിയ അപ്പ പറ. എന്തായിരുന്നാലും ഇതാണ് ഇതിന്റെ ഉള്ളിലൊക്കെ. ഇതൊക്കെ വെറും പാട്ടല്ല. ഇതിനൊക്കെ പാട്ട് എന്ന് ആരാ പറഞ്ഞത്? ഇത് പാട്ടല്ല. ഇത് പാ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ആടുന്ന സംഗതിയാണ്. പാ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ആട്ടം വരുന്നതിനാണ് എന്ത് പറയാ? പാട്ട്.